റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി നൽകിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ. ഇതിന് മാത്രം എന്ത് തെറ്റാണ് റാപ്പർ വേടൻ ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാമർശം നടത്തി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നതാണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മോദിയെ കപട ദേശീയവാദി എന്ന അവഹേളനത്തെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പരാതിയിലുള്ള ആവശ്യം. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന വേടന്റെ ആദ്യകാല പാട്ടിനെതിരെയാണ് NIAക്ക് പരാതി നൽകിയിരിക്കുന്നത്. മോദിയുടെ പേരോ പ്രധാനമന്ത്രി എന്നോ ഒന്നും എടുത്തു പറയാത്ത പാട്ടിൽ വരികളിൽ എവിടെയാണ് പ്രശ്നം? വേടനെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു ദേശീയവാദിയാക്കുന്ന കാര്യത്തിൽ ഒരു അർത്ഥവുമില്ല. ഇത്തരത്തിൽ ദേശത്തിനെതിരെയോ രാജ്യത്തിനെതിരെയോ വേടനൊന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായി പല നിലപാടുകളുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അവരുടെ സ്വന്തം പാട്ടിലൂടെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ആരെയും പച്ചയായി അധിക്ഷേപിക്കുന്നതായ പാട്ടുകളിൽ തോന്നിയിട്ടില്ല. അയാളുടെ നിലപാടും അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളുമാണ് പാട്ടിലൂടെ പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇതുവരെ തോന്നാത്ത കാര്യങ്ങളൊന്നും ഇനി കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല എന്ന് വേടന്റെ പിന്തുണക്കാർ അറിയിക്കുന്നു. 5 വർഷം മുൻപുള്ള പാട്ടിലാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. NIAക്ക് പരാതി നൽകിയിരിക്കുന്നതും ഈ പാട്ടിനെ തുടർന്നാണെന്ന് പറയുന്നു. ഈ പാട്ടിൽ വേടനെതിരെ പരാതി നൽകിയത് വ്യക്തമായി തന്നെ കുറിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് ഈ ഒരു ആൽബമാണ് വേടൻ എന്ന വ്യക്തിയെ ഇത്രയും അധികം കേരളക്കരയ്ക്ക് സുപരിചിതമാക്കിയതെന്ന് പറയാം.